വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവളൊരു ഗസ്റ്റ് ഒന്നല്ല, മാമയുടെ മോളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ നമ്മുടെ ട്വിൻ സ്റ്റാഴ്സിലെ അഞ്ചുമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അഞ്ചു വരാമെന്ന് പറഞ്ഞ ദിവസം നല്ലൊരു ദിവസമാണ്. കാരണം ഇവിടെ കനത്ത മഴയാണ്. കനത്ത മഴ എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര മഴയാണ്. ഇപ്പോൾ തോർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചിക്കൻ ബിരിയാണി അച്ഛൻ്റെ വകയാണ് കേട്ടോ. അച്ഛൻ നന്നായി കുക്ക് ചെയ്യും. ഏത് സ്റ്റൈൽ വേണമെങ്കിലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അച്ഛനറിയാം. ചിക്കൻ ബിരിയാണി തന്നെയല്ല, എല്ലാ ഫുഡും. കൂടുതൽ നോൺ വെജാണ് അച്ഛന് വെക്കുന്നതിൽ ഏറ്റവും നന്നായി വെക്കുക കേട്ടോ. വെജ് വെക്കും, എന്നാലും കൂടുതൽ നമുക്ക് ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ നോൺ വെജ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ചിക്കൻ ബിരിയാണി മിക്സഡ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അമ്മ അന്ന് വെച്ചത് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം റൈസ് വേറെ കറി വേറെ, അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. അച്ഛൻ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ മിക്സഡ് ആയിട്ട് വെക്കുക. അപ്പോൾ നല്ലോണം മസാലയൊക്കെ റൈസിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ സവോള നല്ലോണം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് സവോള നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പി നല്ലോണം പൊടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കറിയിലിടാൻ വേണ്ടിയിട്ട് അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് പണിയൊന്നുമില്ല കേട്ടോ. അച്ഛനിന്ന് അല്ല ചിക്കൻ പരിപാടി അല്ല, ബിരിയാണി പരിപാടി ഇല്ലല്ലോ. അതല്ലേ മെയിൻ പരിപാടി. എന്താ അരിയലൊക്കെ അല്ലേ കട്ടിങ്. അതെ, ബേബിക്ക് ബിരിയാണി ഇല്ല. ചിക്കൻ നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ റൈസും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ദമ്മിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ റൈസ് ഇട്ട് പിന്നെ ചിക്കൻ ഇട്ട് റൈസ് ഇട്ട് അങ്ങനെ നമുക്ക് അറിയാമല്ലോ എങ്ങനെ ചെയ്യാനുണ്ട് ദമ്മിടാനായിട്ട്. അപ്പോൾ ചിക്കൻ നല്ലൊരു മസാലയാണ് ശരിക്കും അച്ഛൻ വെക്കുന്ന ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല മസാലയാണ്. നമുക്ക് ഈ കല്യാണത്തിനൊക്കെ പോയിട്ട് കിട്ടണം ബിരിയാണിയില്ല, ആ ഒരു ടേസ്റ്റാണ് സംഭവം. അച്ഛൻ കുറച്ച് പൈനാപ്പിൾ കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. അപ്പോൾ അത് ഇട്ടാലൊരു ടേസ്റ്റ് വേറെയും കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈനാപ്പിൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എസെൻസ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നത് എസെൻസ് ഒഴിച്ചാൽ ഒരു ബിരിയാണിയിൽ, അപ്പോൾ നമ്മൾ എന്ത് സാധനത്തിലും എസെൻസ് ഒഴിച്ചാലാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് എസെൻസും കൂടിയും അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ കുറച്ച് നമ്മളെ ദമ്മിടൽ ഇങ്ങനെയാണ്, മൂടി വെച്ച് അതിൻ്റെ മേലെ ചെറിയ അമ്മിക്കുഴ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കും. ബിരിയാണി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി പരിപാടി കഴിഞ്ഞ് അവരിതുവരെ എത്തിയിട്ടില്ല. അവർ അങ്ങനെ മഴയത്തൊക്കെ പെട്ടു പറഞ്ഞ് വായെടുത്തപ്പോഴേക്കും അവരിവിടെ എത്തിയിട്ടാ. അപ്പോൾ ടീംസ് എത്തിയിട്ടുണ്ട് കേട്ടാ. ഓ ഉറങ്ങണല്ലേ. ഹായ് നമ്മുടെ അഞ്ചു. അപ്പൊ കുഞ്ഞനാണെങ്കിൽ തലേദിവസം ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചോദിക്കാനായിട്ടാ വന്നപ്പോ. വെട്ടിയാ സഞ്ചപ്പൻ ചാന്ത് എത്തിരിക്കുകയാണ്. ഉണ്ടാവും 10-15 ആയിട്ടുണ്ടാവും. എന്തേ പാവങ്ങള് മഴയത്ത്. കാശിക്കുട്ടനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാറായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ അഞ്ച് പറഞ്ഞു നമുക്ക് ഒരുമിച്ചിരിക്കുക, ഉണ്ണിക്ക് കൊടുത്തിട്ട് ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും മാത്രം ഇരുന്ന് കഴിച്ചു. കാലം ഫുൾ അങ്ങനെയല്ല, നമ്മൾ വെക്കേഷൻ ആകുമ്പോഴും അമ്മ വീട്ടിലേക്ക് പോകുന്നു. എനിക്ക് വരാനുള്ളത് ഇവിടെയായിരുന്നു, ഇവിടേക്കും കുഞ്ഞമാമനോടേക്കും അല്ലേ.
അപ്പൊ ഞങ്ങള് പണ്ടത്തെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞമാമനോടേക്ക് അങ്ങനെ ഓടൂല. അങ്ങനെയല്ല, അവിടെ കളിക്കാനൊന്നും അങ്ങനെ കളിക്കൊന്നുമില്ല. അമ്മാമ്മനടുത്ത് അങ്ങനെ പാറു ഒരു പാവയും. എന്റെ ചേച്ചിമാരില് പാറു ഭയങ്കര പാവായിരുന്നു. വായ കൈയിട്ട കടിക്കില്ല, പാവായിരുന്നു. അല്ല കേട്ടാ, ഞാൻ അവിടെയും പറയാം അവിടെ പാവാടി. കുശുമ്പോ കുഞ്ഞായ്മയോ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. കുശും എന്റെ അടുത്ത് ഇരിക്കൂല അങ്ങനല്ല. പിന്നെ എനിക്ക് ഇത്ര വർഷങ്ങളായിട്ട് ഇതിലായിരുന്നൂടെ, എന്റെ ഓർമ്മ സാധനം എനിക്കുള്ള അറിഞ്ഞൂടാ. അങ്ങനെ കലിമ നല്ലോണം സ്നേഹിക്കും, നല്ലോണം ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്. നന്നായി നല്ല കാര്യം ചീത്ത അറിയും, പറയേണ്ടവർക്ക് ചീത്ത തന്നെ അങ്ങനെ വളർത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വെക്കേഷനും ഇവിടേക്കാ വരിക കൂടുതലും. എനിക്ക് ഇവിടേക്ക് വരാൻ കൂടുതൽ ഇഷ്ടം. കാരണം ഇവിടെ ചേട്ടന്മാരുണ്ട്. അവിടെ എൻ്റെ ഓർമ്മ ചെയ്തിരുന്നത് ഞങ്ങളിങ്ങനെ പൈസ അന്ന് റീലിൽ ജോലിക്കുണ്ട്. പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടും എന്തായാലും ചില്ലറ പൈസ ഉണ്ടാകുമ്പോൾ അവിടെ സലാഡ് മേടിക്കാൻ പോകും. സിപ്പപ്പ് സലാഡ് മേടിക്കാൻ പോകും. അപ്പൊ ഞാനൊക്കെ വേറെ അർത്ഥയോടൊക്കെയുണ്ട്. ഇവളിങ്ങനെ വെറുതെ പെറുക്കിക്കൊണ്ടിരിക്കും. എനിക്ക് തരോടി ചോദിക്കും. എന്റെ ബാക്കിയാണ് അതൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളത്. അങ്ങനെയായിരുന്നു. പാറു നന്നായിട്ട് പണിയൊക്കെ എടുക്കുക. അപ്പൊ റീനിലും എന്നോട് ഇങ്ങനെ പറഞ്ഞൊക്കെ തരും, നമ്മൾ പണിയൊക്കെ എടുക്കണം. അങ്ങനെ ഞാൻ പണിയൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ബാല്യകാലം. നിന്റെ അമ്മേരെയും നിന്റെ ഒക്കെ എന്റെ കൂടെ തന്നെയായിരുന്നു കൂടുതൽ. അതാ പറഞ്ഞേ, ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് കല്യാണം പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒട്ടും വരാണ്ടായി. വിളിക്കാറ് പോലും ഞാൻ ആരെയും ഞാൻ വിളിക്കാറില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് മഴയത്തൊക്കെ കളിച്ച് റീൽസൊക്കെ എടുത്ത് കുറച്ചു നേരം ഞങ്ങൾ എൻജോയ് ചെയ്തു. നിന്റെ മുഖം കണ്ടു കൊതിച്ചു പോയി. അത് കഴിഞ്ഞൊരു അടിപൊളി കിടക്കാച്ചി മഴ പെയ്തു. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് സഞ്ജുവും ചാന്തും വേഗം പോയി. അടുത്ത മഴ വരുമ്പോഴേക്കും വീടെത്താന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ നിന്ന് കുറച്ച് ലോങ് ആണ് അവരെ വീട്ടിലേക്ക്. അപ്പോൾ ഒരു വേഗം തന്നെ പോയി. അങ്ങനെ മറിഞ്ഞൂല്ലേ വെളിവായി. എന്തേ വിഷമായ സജു പോയപ്പോ? നമ്മുടെ 5 മക്കളും യാത്രയാവണം കേട്ടാ. ഓക്കെ, ചാർജ് ചെയ്യാം ഫോൺ. കുട്ടാ അപ്പൊ നമ്മളത് ഫാറൂന്റെ വീട്ടിലേക്ക് പോവാണ്. പോവാം. 6 മാസല്ലേ? അപ്പൊ ഞങ്ങളെ വീടെത്തി. അപ്പൊ നമ്മൾക്ക് അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിൽ നമ്മൾ വീടെത്തി. അതിന് കാണിച്ചല്ലേ. പിന്നെ കുറച്ചു നേരം ഞങ്ങളവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ ഓട്ടോ അവിടേക്കാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർ പോയി. കാരണം അപ്പോൾ തന്നെ 4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴയുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ അധികം നേരം സ്പെൻഡ് ചെയ്യാനിരുന്നില്ല. അപ്പോൾ പിന്നെ അവൾക്ക് ഇന്ന് തന്നെ അവളുടെ വീട്ടിൽ പോകുമെന്ന് അറിഞ്ഞു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചൊക്കെ പോയി. അപ്പോൾ അതിനിടെ പാറു ഇങ്ങനെ ക്യാമറയിലൊക്കെ നോക്കി ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഞ്ജുനെ യാത്രയാക്കിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു ഞങ്ങൾ.
വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ.